ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി സ്വീറ്റ് പപ്പായ അച്ചാറാണ്. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴുത്ത പപ്പായയാണ്. നല്ല പഴുത്തിട്ടില്ല, ഒരു ഇടത്തരം ചനച്ച പപ്പായ എന്ന് പറയാം. അങ്ങനെ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യാം. വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ കട്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു സൈസിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത പപ്പായയിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യപ്രകാരം ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ വെള്ളുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, വേപ്പില എന്നിവ കട്ട് ചെയ്ത് വെക്കുക. ഇത് അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. ശേഷം നമ്മളൊരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർക്കാം. ഉലുവ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തീ ചെറുതാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഉലുവ കരിയാൻ ചാൻസ് ഉണ്ട്. തീ ചെറുതാക്കിയിട്ട് പിന്നെ പച്ചമുളക്, വെള്ളുള്ളി, വറ്റൽമുളക്, വേപ്പില എന്നിവ ഇട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഓവർ ബ്രൗൺ കളറാവാൻ പാടില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറു തീയിലായിരിക്കണം. ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്തെന്നാൽ സ്വീറ്റ് അച്ചാറാണല്ലോ, പപ്പായ സ്വീറ്റ് അച്ചാറാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടി. ഓൾറെഡി പപ്പായ ചനച്ച മധുരമുള്ള പപ്പായയാണ്. അപ്പോൾ അതിലേക്ക് ശർക്കരയും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളുള്ളി മിക്സിലേക്ക് ഇനി നമ്മൾ മുളക് പൊടി, വലിയ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളെ ഇഷ്ടപ്രകാരം മുളക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്തത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറു തീയിൽ ഇത് ഇളക്കി കൊടുക്കുക. പൊടികൾ കരിയാതെ നോക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ പപ്പായ പീസസ് ഇട്ടിട്ട് സുറുക്ക് ഒഴിച്ചിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കായപ്പൊടി നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതീയിൽ ഇത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി പപ്പായ അച്ചാർ റെഡി.